ഇൻവേസ്റ്റ് നോട്ടുണ്ട് ഇടും ബാക്കിയുള്ളത്. അപ്പൊ തുടങ്ങാം. നമുക്ക് അതിന്റെ ബാക്കി ഭാഗം എന്താണെന്ന് നോക്കാം. നമ്മൾ വെലോസിറ്റിയും ആക്സിലറേഷനും ഡിസ്റ്റൻസിന്റെ ഒക്കെ റിലേഷൻ എനിക്ക് കിട്ടി. അത് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ വേണ്ടി പോവാം. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടിയ റിലേഷൻ ഇതായിരുന്നു. ഒന്ന് വെലോസിറ്റിക്ക് കിട്ടിയ റിലേഷൻ ഇതായിരുന്നു. ഞാൻ അതെടുത്തിട്ട് ഇപ്പുറം മാറ്റി എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിന് കിട്ടിയ റിലേഷൻ എനിക്ക് ഇതായിരുന്നു. അത് ഞാൻ ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. പിന്നെ ആക്സിലറേഷൻ എനിക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആക്സിലറേഷന്റെ ആ 3 റിലേഷനും ഞാൻ ഇവിടെ സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾക്ക് ചോദിച്ച ചോദ്യത്തിന്റെ ബാക്കി പാത്രം നോക്കാം എന്തൊക്കെയാണ്. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ പോയിന്റ് ആഫ്റ്റർ എ ഫർദർ ഇന്റർവൽ ഓഫ് 5 സെക്കൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ മുന്നേ കിട്ടേണ്ടത് ഈ C1 ഉം C2 ഒക്കെ കിട്ടണം. അത് നമുക്ക് ഇതുവരെ അറിയാത്തൊരു ഐറ്റാണ്, പുതിയതായിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ചാടി വന്നതാണ്. C1 C2 കിട്ടണ്ടേ? അതിന്റെ ഒന്നാമത്തെ നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് പാസസ് ത്രൂ എ റെഫറൻസ് പോയിന്റ് T = 0 ആൻഡ് അനദർ പോയിന്റ് 30 മീറ്റർ ആഫ്റ്റർ ആൻ ഇന്റർവൽ ഓഫ് 30 സെക്കൻഡ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ T = 0ന്റെ അകത്ത് ഞാൻ പറഞ്ഞുതരാം, സമയം ആയിട്ടില്ല. T = 0 എന്ന് വെച്ചാൽ സമയം ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദൂരം ആയിട്ടുണ്ടാവും. T = 0, സമയമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദൂരം ആയിട്ടുണ്ടാവും. ഡിസ്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് അടുത്തിട്ട് ഇതിന്റെ അകത്ത് ഇട്ടേക്കാം. എന്താ അവസ്ഥ വരിക? അതായത് ഡിസ്റ്റൻസ് = 0 ആണ്. സോ 0 = 5/2 ഇൻറ്റു T ക്യൂബ് ആണ്. T ക്യൂബ് എന്ന് വെച്ചാൽ 0ന്റെ ക്യൂബ്, സമയം 0 ആണല്ലോ, മൈനസ് 12/2. 12/2 എന്ന് വെച്ചാൽ 6 ആണ്. ഞാൻ അതന്നെ എഴുതാം, വെറുതെ 12/2 നോക്കി എഴുതിയിട്ട് 6 ഇൻറ്റു Tന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 0ന്റെ സ്ക്വയർ പ്ലസ് C1 ഇൻറ്റു T എന്ന് വെച്ചാൽ 0 പ്ലസ് C2 ആണല്ലോ. വോയിസ് ക്ലിയർ ഇല്ലേ? ഒരു 1 സെക്കൻഡ്. ശരിയാക്കാം. ഇപ്പൊ കേൾക്കണ്ട? അയ്യോ, ഇപ്പൊ കേൾക്കാൻ പറ്റണ്ട പറയുന്നത്? ഓക്കെ അല്ലേ? ഞാൻ എൻ്റെ ഇതിൻ്റെ അകത്തുള്ള ഓഫാക്കിയതാ, ഞാൻ ഫോണിൽ ഓണാക്കിയിട്ടു, അതുകൊണ്ട് കേൾക്കുമായിരിക്കും. അപ്പൊ നമ്മൾ ഈ ചെയ്തതെന്ന് വെച്ചാല് പറഞ്ഞുതരാം, എന്താ ചെയ്തതെന്ന് പറഞ്ഞുതരാം. ആയത് തന്നെ T = 0 നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അറ്റ് പോയിന്റ് T = 0, സമയം 0 ആണ്. സമയം 0 എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അതായത് ഡിസ്റ്റൻസ് ഒന്നും ആയി തുടങ്ങിയിട്ടില്ല എന്നർത്ഥം. ഡിസ്റ്റൻസും 0 ആയിരിക്കുമല്ലോ. സോ എനിക്ക് ഈ റിലേഷൻ്റെ അകത്ത് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 = 5/2 ഇൻറ്റു T² T ക്യൂബ്. T എന്ന് വെച്ചാൽ 0 ആണ്. സോ 0 ക്യൂബ് മൈനസ് 12/2 എന്ന് വെച്ചാൽ 6 ആണ് ഇൻറ്റു T എന്ന് വെച്ചാൽ 0 ആണ്. സോ അതിന്റെ സ്ക്വയർ. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. അതായത് 0 = എന്ത് സാധനം ഇൻറ്റു 0 എന്ന് വെച്ചാൽ 0 തന്നെയാണ്, മൈനസ് 6 ഇൻറ്റു അതിന്റെ സ്ക്വയർ എന്ന് വെച്ചാലും 0 തന്നെയാണ്, പ്ലസ് C1 ഇൻറ്റു 0 എന്ന് വെച്ചാൽ 0 തന്നെയാണ്, പ്ലസ് C2. അങ്ങനെയാണെങ്കിൽ C2 = എന്ത് കിട്ടും? 0 കിട്ടി. ഓക്കെ, C2 എന്ന് പറഞ്ഞ സാധനം ശരിക്കും എന്താണ്? അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല, അത് 0 ആണ് അതിന്റെ വാല്യൂ. അപ്പൊ അതെനിക്കൊരു കാര്യം പിടികിട്ടി. ഇനി നമുക്ക് C1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സെറ്റ് ഓഫ് കാര്യം തന്നിട്ടുള്ളത്. ആൻഡ് അനദർ പോയിന്റ് 30 മീറ്റർ ആഫ്റ്റർ ആൻ ഇന്റർവൽ ഓഫ് 30 സെക്കൻഡ്.
30 മീറ്റർ, അതായത് ഡിസ്റ്റൻസ് എസ് ഈസ് ഈക്വൽ ടു 30 എപ്പോഴാണ് ടി ഈക്വൽ ടു 30 സെക്കൻഡ് ആവും അല്ലേ? 30 മീറ്റർ പോവും, അപ്പൊ സമയം 30 സെക്കൻഡ് ആവും. അത് നമുക്ക് ഇട്ട് കൊടുക്കാലോ. എന്താ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. നമുക്കറിയാം എസ് ഈസ് ഈക്വൽ ടു അപ്പൊ എത്ര 30 ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എത്ര സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ് അല്ലേ. സോ 30ന്റെ ക്യൂബ് മൈനസ് 12 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ 6 ആണെന്നറിയാം. 6 ഇൻറ്റു 30ന്റെ സ്ക്വയർ പ്ലസ് C1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, അവിടെ കിടക്കട്ട്. ടി എന്ന് വെച്ചാൽ 30 ആണെന്നറിയാം. പ്ലസ് C1 സെറ്റ് C2ന്റെ വാല്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി, 0 ആണ്. സോ 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാലോ. 30 ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 30 എത്ര കിട്ടുക? 30 ക്യൂബ്. അതൊന്ന് കാൽക്കുലേറ്ററിൽ കുത്തി നോക്കിയേ. 5 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 30 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 30 സ്ക്വയർ പ്ലസ് C1 ഇൻറ്റു 30 ഇതാണ് ഉള്ളത്. അപ്പൊ ഇത്രയും ഭാഗം ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്തിട്ട് ഉത്തരം പറഞ്ഞത് എനിക്ക് കുറച്ച് വലിയ ഉത്തരമായിരിക്കും. കുറച്ച് പെട്ടെന്നായിക്കോട്ടെ, അധികം പെരങ്ങി ഉത്തരം പറയണ്ട. പെട്ടെന്ന് കാൽക്കുലേറ്ററിൽ ചെയ്താൽ കിട്ടുന്ന ഉത്തരേ ഉള്ളൂ. 5 ഇൻറ്റു 30 ക്യൂബ് ഡിവൈഡ് ബൈ 2 മൈനസ് 6 ഇൻറ്റു 30 സ്ക്വയർ എത്രയായിരിക്കും ഉത്തരം വരിക? 62,100 അല്ലേ? 62,100 പ്ലസ് C1 ഇൻറ്റു 30 ആണ് പറ്റും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? 30 മൈനസ് 62,100 ഇസ് ഈക്വൽ ടു 30 C1. ഇതെത്ര കിട്ടുക? 30 മൈനസ് 62,100 അല്ലെങ്കിൽ C1 ഇസ് ഈക്വൽ ടു 30 മൈനസ് 62,100 ഓൾ ഡിവൈഡ് ബൈ 30. ആൻഡ് ഉത്തരം എനിക്ക് കിട്ടും മൈനസ് 20 വരട്ട്. വരട്ടെ. മൈനസ് 20 തന്നെ ആണോ അല്ലെ വേറെ എന്തെങ്കിലും ആണോ? മൈനസ് 20 അല്ല, 2069. ഓക്കെ, അപ്പൊ അതും കിട്ടിയല്ലോ. അപ്പൊ എനിക്ക് ഈ റിലേഷൻ്റെ അകത്തുള്ള C1ഉം C2 ഒക്കെ കിട്ടിയല്ലോ. അപ്പൊ ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്യുന്നുണ്ട്. നമുക്ക് തുടങ്ങാം. അതായത് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നതിൻ്റെ അകത്ത് പ്രശ്നമൊന്നുമില്ല. C1 C2 ഇല്ല, അത് അവിടെ കിടക്കട്ട്. വെലോസിറ്റിന്റെ ഇക്വേഷൻ ഇപ്പൊ എന്തായി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 15 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 12t പ്ലസ് C1 എത്രയായിരുന്നു കിട്ടിയേ? മൈനസ് ടി മൈനസ് 2069. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കേണ്ട ശരിക്കുള്ള ഇക്വേഷൻ എന്താണ്? 5 ഡിവൈഡ് ബൈ 2t ക്യൂബ് മൈനസ് 6t സ്ക്വയർ പ്ലസ് C1 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് അല്ല, അപ്പം മൈനസ് 2069 പ്ലസ് 0 ആണ്. C2 0 ആണ്, അതുകൊണ്ട് അത് വേണ്ട. അപ്പൊ എനിക്ക് മൂന്നിന്റെയും പുതിയ റിലേഷൻ കിട്ടി. ആക്സിലറേഷൻ ഈക്വൽ ടു 15t മൈനസ് 12. പുതിയ റിലേഷൻ കിട്ടി. C1 C2 നമ്മൾ എടുത്ത് ചാടി ആണല്ലോ. അപ്പൊ ഇനി എൻ്റെ അടുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് എന്തൊക്കെയാണ്? ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി അറ്റ് അനദർ 5 സെക്കൻഡ്. ഒരു 5 സെക്കൻഡും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ സമയത്തുള്ള ആക്സിലറേഷനും വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെയാണ്. അപ്പൊ നമ്മൾ എടുക്കേണ്ട സമയം എത്രയാണ്? T ഈസ് ഈക്വൽ ടു
ഓൾറെഡി 30 സെക്കൻഡ് നമ്മൾ തീർന്നു. പ്ലസ് ഒരു 5 കൂടി വന്നു എന്ന് വെച്ചാൽ 35 സെക്കൻഡിലുള്ള കഥയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കണ്ടുപിടിക്കാലോ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു ടൈം എത്രയാണ് 35 മൈനസ് 12 ആൻഡ് എനിക്ക് ഉത്തരം കിട്ടും. ആക്സിലറേഷൻ എത്രയാന്ന് കിട്ടും? ആ എവിടെയായിരുന്നു? ഇവിടെ അല്ലേ? ഇൻറ്റു ടി. ആ ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റിന്റെ അകത്ത് ഇതിന്റെ കൂടെ ഒരു ടീം കൂടി മൈനസ് 12 എന്ന് പറയുമ്പോൾ വരട്ടെ. 518. ഓക്കെ, 518 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കുമല്ലോ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു 513. എന്നാ 13. അല്ല ഡയറക്റ്റ് കാൽക്കുലേഷൻ അല്ലേ, എന്തെങ്കിലും ചെയ്തോ. 15/3 ഇൻറ്റു ടൈം എത്ര എടുക്കേണ്ടത്? 35 അതിന്റെ സ്ക്വയർ മൈനസ് 12 ഇൻറ്റു 35 മൈനസ് 20/69. ഇത് ചെയ്ത എത്ര ഉത്തരം കിട്ടുക? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 15/2. 15 സോറി 2. ഇത് തെറ്റാണല്ലോ ഞാൻ എഴുതുന്നത്. 15/2 ഇൻറ്റു 35ന്റെ സ്ക്വയർ മൈനസ് 12 ഇൻറ്റു 35 മൈനസ് 20/69 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. കാൽക്കുലേറ്ററിൽ എടുത്ത് കുത്തി നോക്കുക. എത്ര കിട്ടി? ഒന്നും കിട്ടിയില്ലേ? കുറച്ച് സ്പീഡ് പറഞ്ഞാലേ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇതെങ്ങനെയാ കാൽക്കുലേറ്ററിൽ കുത്തുക? ആദ്യം 15 ഇൻറ്റു 35 അതിന്റെ സ്ക്വയർ എടുക്കുക, ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കുക. അപ്പൊ ഒരു ഉത്തരം അവിടെ ഉണ്ടാവും വന്നിട്ട്. അതിന്റെ കൂടെ മൈനസ് 12 ഇൻറ്റു 35 കൊടുക്കുക. അതിന്റെ കൂടെ പിന്നെ മൈനസ് 20/69 എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എത്ര കിട്ടി? ആക്സിലറേഷന്റെയും കൂടി ഞാൻ ചെയ്തു വെച്ചരാം എന്തായാലും. 5/2 ഇൻറ്റു 35ന്റെ ക്യൂബ് മൈനസ് 6 ഇൻറ്റു 35ന്റെ സ്ക്വയർ മൈനസ് 20/69 ഇൻറ്റു 35. മറ്റേതാരോ എന്തോ പറഞ്ഞിട്ടുണ്ട് ഉത്തരം കിട്ടിയത്. 66.98. 66.98.6. ഓക്കെ, അതത്രയും മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷന്റെയും കൂടി കണ്ടുപിടിച്ചേ, പരിപാടി കഴിഞ്ഞു. 5 into 33 cube divided by 2 minus 6 into 35 square minus 20. സോറി, എസ് ഡിസ്റ്റൻസ്. ആക്സിലറേഷൻ ഇവിടെ കണ്ടുപിടിച്ചു, വെലോസിറ്റി കിട്ടി, ഡിസ്റ്റൻസ് കിട്ടേണ്ട പരിപാടി നമുക്കറിയാം. ഇതാണ് റിലേഷൻ. എത്ര കിട്ടി? ഉത്തരമില്ലേ? എടോ നേരമില്ല, ഉത്തരം പറ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കേണ്ടതാണ് ഇനി. മൈനസ് വാല്യൂ മൈനസാ കിട്ടുന്നേ? മൈനസ് കിട്ടാൻ വഴിയില്ലല്ലോ. ഉണ്ടാ
2742.5 അത്രയും മീറ്റർ. മൈനസാ കിട്ടുന്നേ ആൻസർ? മൈനസ് വരാൻ സാധ്യത കുറവാണല്ലോ. നോക്കട്ടെ, ഞാൻ തന്നെ നോക്കാം. 5 × 35 ക്യൂബ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അത് -6 × 35 സ്ക്വയർ മൈനസ് 2069 × 35. മൈനസ് ഒന്നല്ല, 27,422.5. ഇത് തന്നെയാ കിട്ടിയ. സെയിം ആണ് ആൻസർ. എന്ത് പറ്റി മൈനസ് ഒക്കെ വന്നു പോയത്? അപ്പൊ ചെയ്ത കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടിയല്ല. എന്തൊക്കെ ചെയ്ത്? ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ വെലോസിറ്റിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഇക്വേഷൻ കണ്ടുപിടിച്ചു, റിലേഷൻ കണ്ടുപിടിച്ചു. അപ്പൊ എനിക്ക് C1 C2 എന്നൊക്കെ പറഞ്ഞ സാധനം വന്നു അതിന്റെ ഇടയിൽ. ഈ C1 C2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് 2 ക്ലൂ തന്നിട്ടുണ്ടാവുക. അതായത് ആദ്യം t = 0, അങ്ങനെയാണെങ്കിൽ സമയം ഡിസ്റ്റൻസ് = 0 ആയിരിക്കും അല്ലെ? 0 സമയത്ത് എവിടെയും സഞ്ചരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എസിന്റെ അടുക്ക് ഞാൻ 0 കൊടുത്തു, ടീന്റെ അടുക്ക 0 കൊടുത്തിട്ട് എനിക്ക് C2 = 0 എന്ന് കിട്ടി. അടുത്ത എൻ്റെ അടുക്ക തന്നിട്ടുണ്ടായിരുന്നു ഡിസ്റ്റൻസ് 30 മീറ്റർ പോകുമ്പോൾ സമയം 30 സെക്കൻഡ് ആയിരുന്നു. അപ്പൊ 30 = ആ സമയത്തിന്റെ ഇതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തും കൂടി കിട്ടും? കാർ ഇത്രയും സ്പീഡ് പോകില്ല. അതെനിക്ക് തെറ്റ് പറ്റിയതാണ്. ശരിക്കും പറഞ്ഞാൽ 3 സെക്കൻഡ് ആയിരുന്നു. ഈ 30 മീറ്റർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 3 സെക്കൻഡ് ആയിരുന്നു. ഞാൻ ടൈപ്പ് ചെയ്തിട്ട് 30 ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഒഴിവാക്കാണ്ട് അങ്ങനെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. അത് കണ്ടുപിടിച്ചല്ലേ? അത് ശരിക്കും 3 ആയിരുന്നു. ഞാൻ 30 ഇട്ടത് കൊണ്ട് പിന്നെ അതിൻ്റെ അകത്ത് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയതാ. ഏതായാലും ഉത്തരത്തിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് 35 സെക്കൻഡിൽ കാറ് പോയ സ്പീഡ് ഭയങ്കര ദൂരം 27,422 മീറ്റർ പോയി. എന്ന് വെച്ചാൽ ഏകദേശം 27 കിലോമീറ്റർ പോയി. 27 കിലോമീറ്റർ 35 സെക്കൻഡിൽ. വൻ കാറാണ്. ശരിക്കും ക്വസ്റ്റ്യനിൽ 3 പ്രശ്നമില്ല. അത് എത്രയായാലും തന്നാൽ നമുക്ക് ഇത് തന്നെയാണല്ലോ നമ്മളെ മെത്തേഡ് ചെയ്യേണ്ടത്. അത് ഞാൻ ചെയ്തേ ഉള്ളൂ. ഉത്തരം അതിൻ്റെ അകത്തൊന്നും വിഷയമൊന്നുമില്ല. അതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഞാൻ പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പൊ കംപ്ലീറ്റ് ആക്കി. അതർ സൈഡ് പരിപാടി സാറല്ല. നമുക്കിനി നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത് കൈനമാറ്റിക്സ് ആയിരുന്നു. ഇനി നമുക്ക് കൈനറ്റിക്സ് പഠിക്കാം. കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ ആരും കൂടി വരുന്നു പറഞ്ഞു, ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു പറഞ്ഞു. കാരണം എന്താ? കൈനറ്റിക് വരാനുള്ള ഫോഴ്സ് വന്നിട്ട് നെറ്റിക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈനറ്റിക്സ് അടിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഫോഴ്സിനെയും കൂടി കൺസിഡർ ചെയ്യും. നമുക്ക് അതിന്റെ അത് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ഫോഴ്സ് വന്നാൽ അവിടെ സ്വാഭാവികമായിട്ട് ആര് വരും? ഫോഴ്സ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വരാൻ പോകുന്ന ആളാരായിരിക്കും? നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്. ശരിക്കും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ജീവിച്ചല്ല ശരിക്കുള്ള മനുഷ്യനാണ് വരുന്നത്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആര് വരും? അതന്നെ, ന്യൂട്ടൺ വരും. അപ്പൊ നമ്മൾ കൈനറ്റിക്സിലെ പ്രോബ്ലം ചെയ്യാന്ന് വെച്ചാൽ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. സെക്കൻഡ് ലോ വെച്ചിട്ടാണ് നമ്മൾ കൈനറ്റിക്സിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാറ്. ഓക്കെ, അതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള തിയറി വരുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കൺസിഡറേഷൻ തരാം. ഒരു ഫോഴ്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? അതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതാണല്ലോ ന്യൂട്ടൺ പറഞ്ഞത്. ഫോഴ്സ് വന്ന് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ MA എന്ന് വിളിക്കും അല്ലെ? MA എന്ന് വിളിക്കൂലേ? ആ ഫോഴ്സ് വരുന്ന സമയത്ത് അതെന്ന് വെച്ചാൽ MA ആണ്. അതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ പറഞ്ഞത്. അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് എന്തെന്ന് ഫോഴ്സ് എന്ന് പറഞ്ഞത്. അതാണ് സെക്കൻഡ് ലോ. അതായത് അതിനെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ F = MA.
ഇതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ കൈനമാറ്റിക്സിലെ ഫ്ലോകളൊക്കെ പഠിക്കുക. നമ്മൾ ഇത്രയും കാലം പഠിച്ച പോലെയല്ല, സിമ്പിൾ ടോപ്പിക് ആണ്. ഇപ്പൊ ഒരു നില ഉണ്ടെന്ന് വിചാരിക്കാം, സംഭവം പറഞ്ഞുതരാം. പണ്ട് പഠിച്ചതൊക്കെ ആയിട്ട് ഇപ്പൊ ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പണ്ട് മീൻസ് നമ്മൾ സ്റ്റാർട്ടിങ് ക്ലാസ്സസിലൊക്കെ പഠിച്ചത്. സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സമയത്ത് ഇങ്ങനെ ഒരു ബോഡിയൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു മാസൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടാവും. 1000 ന്യൂട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തരും. 1000 ന്യൂട്ടൺ ഇതുള്ളത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞ്. ഓക്കെ, പക്ഷെ ഇത് അനങ്ങില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലൊക്കെ പഠിച്ച സമയത്ത് ഇത് അനങ്ങുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ എടുക്കുന്ന സംഭവങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്തുണ്ടാവും? റിയാക്ഷൻ ഉണ്ടാവും, ഒരു 6. പിന്നെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഇത് ഇക്വിലിബ്രിയത്തിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അനങ്ങുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഒരു റിസൾട്ടന്റ് ഒരു റിയാക്ഷൻ അടിയിൽ നിന്ന് മുകളിലേക്ക് ഉണ്ട്, മുകളിൽ നിന്ന് താഴത്തേക്ക് 100 ന്യൂട്ടൺ ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ഫോഴ്സ് കൊടുത്ത സമയത്ത് ഫ്രിക്ഷൻ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ്റെ അകത്ത് ഫ്രിക്ഷന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാറുണ്ട്? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും, മ്യൂ ഇൻറ്റു ആർ എന്നൊക്കെ. ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചത് അല്ലേ? ഓർമ്മയുണ്ടോ ഇതൊക്കെ? ഫ്രിക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? മ്യൂ ഇൻറ്റു ആർ എന്നുള്ള ആ സാധനം കൂടി ചേർക്കും. ഫ്രിക്ഷന്റെ ഫോഴ്സിന്റെ വാല്യൂ എത്ര? മ്യൂ ഇൻറ്റു ആർ അല്ലേ? ആർ എന്ന് വെച്ചാൽ റിയാക്ഷൻ, പിന്നെ എഫ് എന്ന് വെച്ചാൽ ഫോഴ്സ്. ഇതിനെ നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കല്? സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. എന്ത് പറ്റി? പ്രശ്നമൊന്നുമില്ലല്ലോ? ഞാൻ നിങ്ങൾ പറയുന്നൊന്നും കേൾക്കില്ല കേട്ടാ. ആ, ഞാൻ സ്പീക്കർ ഓഫ് ആക്കി ഇട്ടിട്ടാണല്ലേ, അതുകൊണ്ടാ. അപ്പൊ സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്സ്, അതായത് ഈ ഡയറക്ഷൻ വലത്തോട്ട് പോകുന്നതല്ല നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കല്, അതായത് എഫ്. പിന്നെ വലത്തോട്ടേക്ക് എന്തെങ്കിലും ഉണ്ടോ ഫോഴ്സ്? ഇല്ല. സോ മൈനസ് മ്യൂ ഇൻറ്റു ആർ, അത് ഇടത്തോട്ടേക്ക്, ഈക്വൽ ടു 0 എന്നായിരുന്നു പറഞ്ഞത്. അതേപോലെ തന്നെ സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ട്? വൈ ഡയറക്ഷനിൽ മുകളിലേക്ക് പോകുന്ന ഫോഴ്സ് ഒക്കെ പോസിറ്റീവ്. സോ മുകളിലേക്ക് ഒന്ന് 6, താഴത്തേക്ക് ആരുണ്ട്? -1000 ന്യൂട്ടൺ ഈക്വൽ ടു 0. എന്നിട്ടായിരുന്നു നമ്മൾ ഓരോന്നിന്റെയും വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കല് അല്ലേ? ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലും സെക്കൻഡ് മോഡ്യൂളിലും തേർഡ് മോഡ്യൂളിലൊക്കെ പഠിച്ചത്. തേർഡ് മോഡ്യൂൾ ഇല്ല, സെക്കൻഡ് മോഡ്യൂൾ വരെ. അതിന് ഫ്രിക്ഷൻ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് കണക്കായിട്ട് ഈ ഇക്വേഷൻസ് മാറ്റിയത്. ഇപ്പൊ ഇവിടെ ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് തന്നെ വിചാരിച്ചു, അത് മ്യൂ ഇൻറ്റു ആർ. മ്യൂ എനിക്ക് എത്രയെങ്കിലും തന്നിട്ടുണ്ടാവും, 0.2 എന്നൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ അത് ഇൻറ്റു ആർ കൊടുത്തു. ഓക്കെ, ഈ രീതിയിലായിരുന്നു ചെയ്തത്. ഇനി നമ്മളെ കൈനറ്റിക്സിന്റെ അകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്തത് എങ്ങനെയായിരുന്നു? നമ്മളെ ഫോഴ്സ് വലത്തോട്ടേക്കാ പോകുന്നെങ്കിൽ പോസിറ്റീവ്, അതേപോലെ തന്നെ മുകളിലേക്ക് പോകുന്നതും പോസിറ്റീവ് ആയിട്ടായിരുന്നു. ഇടത്തോട്ട് വരുന്നത് നെഗറ്റീവ്, താഴത്തേക്ക് വരുന്നത് നെഗറ്റീവ് ആയിട്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു നമ്മൾ ഇതെടുത്തോണ്ടുന്നത്. ഇതിന് പകരം കൈനറ്റിക്സ് എന്ന് പറയുന്ന സമയത്ത്, കൈനറ്റിക്സ് എന്ന് വെച്ചാൽ ഈ ബോഡി മൂവിങ് ആണല്ലോ. മൂവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടേക്ക് പോകുന്നു? ഈ കട്ട വലത്തോട്ടേക്ക് പോകുന്നു, ഫോഴ്സിന്റെ ഡയറക്ഷനിൽ പോവല്ലേ. അപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ ഒരു പ്രശ്നത്തിൽ പ്രശ്നമില്ല, നമുക്ക് ഫോഴ്സ് പോകുന്ന ഡയറക്ഷനിലാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഡയറക്ഷൻ പോസിറ്റീവ് എപ്പോഴായിരിക്കും? ടുവേർഡ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സ് എങ്ങോട്ടേക്കാണോ ആക്ട് ചെയ്യുന്നത്, അല്ലെ ബോഡി എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത്, ആ പോയിന്റിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. മൂവ് ചെയ്യാത്ത സാധനമാണെങ്കിൽ അത് നെഗറ്റീവ്, മൂവ് ചെയ്യാത്ത ഡയറക്ഷനിലേക്കാണെങ്കിൽ. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഫോഴ്സ് വെച്ചിട്ട് മൂവ് ചെയ്യണ്ടല്ലോ, വലത്തോട്ടേക്ക് പോകുന്നുണ്ടല്ലോ ഇത്. അങ്ങനെയല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? സോ സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കൂല? 0 ആയിരിക്കില്ലല്ലോ. ഫോഴ്സ് കാരണം ഇത് വലത്തോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ന്യൂട്ടൺ പറഞ്ഞ പ്രകാരം സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആരാണ്? എം ഇൻറ്റു എ ആണ് അല്ലേ? പുരിയിട്ടിയ ന്യൂട്ടൺ പറഞ്ഞ പ്രകാരം നമ്മൾ ഇവിടെ ഇതൊക്കെ പഠിച്ചത് സ്റ്റാറ്റിക്സ് ആയിരുന്നു.
സ്റ്റാറ്റിക്സിന്റെ അകത്ത് ബോഡി മൂവ് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എക്സ് ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ 0 ആണെന്ന് പറഞ്ഞത്. അതായത് ബോഡി ഇവിടെ അനങ്ങാണ്ടിരിക്കുന്ന സാധനമാണ്. പക്ഷെ ഈ ഒരു കേസിൽ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബോഡി മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് ഡയറക്ഷനിലേക്കാണുള്ളത് മൂവ് ചെയ്യുന്നത്, വൈ ഡയറക്ഷനിലേക്കല്ലല്ലോ. സോ സിഗ്മ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കില്ല, 0 ആയിരിക്കില്ല. പകരം ന്യൂട്ടൺ പറഞ്ഞ പ്രകാരം എന്താണ്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം, സിഗ്മ എഫ് ഓഫ് എക്സ് എടുത്ത് നോക്കാം. എക്സ് ഡയറക്ഷനിൽ എന്തൊക്കെ ഫോഴ്സാ ഉള്ളത്? ഫസ്റ്റ് എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ്, ഇത് എങ്ങോട്ടേക്കാ മൂവ് ചെയ്യുന്നത്? ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാ? ഈ ഫോഴ്സിന്റെ ബോഡി മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനല്ലേ. സോ എഫ്. ഇനി അടുത്ത മ്യൂ ഇൻറ്റു ആർ, എങ്ങോട്ടേക്കാ പോകുന്നത്? ഈ ബോഡി മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണല്ലോ. സോ മൈനസ് മ്യൂ ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു, മനസ്സിലാകണ്ട, മൈനസ് മ്യൂ ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. എം എന്ന് വെച്ചാൽ എന്താ? ശരിക്ക് മാസ് ആണ്. എനിക്ക് 1000 ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ആണ്. വെയിറ്റ് ഈസ് ഈക്വൽ ടു 1000 ന്യൂട്ടൺ. മാസിനെ നമ്മൾ പറയാറ് എന്ത് വെച്ചിട്ടാണ്? കിലോഗ്രാമിലാ മാസിന്റെ യൂണിറ്റ് വരിക. സോ വെയിറ്റിനെ മാസിലേക്ക് എങ്ങനെയാ മാറ്റല്? ഈ വെയിറ്റ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വെയിറ്റ് ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ഇവിടെ 1000 ഡിവൈഡഡ് ബൈ 9.81 ആയിരിക്കും. അതായത് എം എന്ന് വെച്ചാൽ 1000 എടുത്തു പോകരുത്, മാസ് ആണ് നമ്മൾ എടുക്കുന്നത്. മാസിന്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാവുന്ന കിലോഗ്രാം ആണെന്ന്. ഇവിടെ എനിക്ക് തന്നിട്ടുള്ളത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. അതായത് ഒരു ഫോഴ്സ് പോലെ തന്നെ ഉള്ള ഐറ്റം ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമിലല്ല യൂണിറ്റ്. വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു ഫോഴ്സ് ആയിട്ട് തന്നെയല്ലേ നമ്മൾ കൺസിഡർ ചെയ്യല് എപ്പോഴും. നമുക്ക് പക്ഷെ ഇവിടെ വേണ്ടത് മാസ് ആണ്. മാസ്, അതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? വെയിറ്റ് എന്ന് വെച്ചാൽ മാസിന്റെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആണ്. സോ മാസ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഡിവൈഡ് ബൈ ജി ആയിരിക്കും, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി. അപ്പൊ 1000 ഡിവൈഡ് ബൈ 9.81 ഇൻറ്റു എ. അത് മൂവ് ചെയ്യുന്ന ഒരു ആക്സിലറേഷൻ ഉണ്ടാവല്ലോ. ഈ ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ വലത്തോട്ടേക്ക് എത്രയെങ്കിലും ആക്സിലറേഷൻ ഉണ്ടാവും. ആ എ ആണ് ഇവിടെയുള്ള എ. ഇനി അടുത്ത നമ്മൾ വൈ ഡയറക്ഷൻ എടുത്ത് നോക്കുന്നു. വൈ ഡയറക്ഷനിൽ ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ? മുകളിലോട്ടോ താഴത്തേക്കോ പോകുന്നുണ്ടോ? ഉണ്ടാ? ഇല്ലല്ല. വൈ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇത് എവിടത്തേക്കും പോകുന്നില്ല. അത് നമുക്ക് പഴയ പോലെ തന്നെ എടുക്കാം. അപ്പൊ സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു എന്തായിരിക്കും? മുകളിലേക്ക് പോകുന്ന ഫോഴ്സ് പോസിറ്റീവ് ആയിട്ട് തന്നെ എടുത്തോ, ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നില്ലല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു മുകളിലേക്ക് പോകുന്നത് പോസിറ്റീവ് മൈനസ് താഴത്തേക്ക് വരുന്നത് 1000 ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആര് വെച്ചിട്ടാണ് ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക? ഡയറക്ഷൻ എപ്പോഴാണ് പോസിറ്റീവ് എടുക്കേണ്ടത്? എങ്ങോട്ടേക്കാണോ ബോഡി മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷൻ വേണം പോസിറ്റീവ് എടുക്കുക. അപ്പൊ അത് ഞാൻ ഇതേ ഫിഗർ വെച്ചിട്ട് വേറൊരു എക്സാമ്പിൾ തരാം. ഇതേ ഫിഗറിൽ അത് നമ്മളുടെ നിലയുണ്ട്, ഒരു പെട്ടി ഉണ്ടായിരുന്നു, അതിന്റെ വെയിറ്റ് ആണ് എനിക്ക് തന്നിട്ടുള്ളത് 1000 ന്യൂട്ടൺ. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെന്ന് വിചാരിച്ചോ, എഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന് എന്തൊക്കെ ഉണ്ടാവും? ഒരു റിയാക്ഷൻ ഉണ്ടാവും മുകളിലേക്ക്. പിന്നെ ഫ്രിക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും? മ്യൂ ഇൻറ്റു ആർ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും. അപ്പൊ ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ള ഫോഴ്സസ് ഉണ്ടാവും. ആക്സിലറേഷൻ എന്ന് പറയുന്ന സാധനം എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്കാണ് പോകുന്നുണ്ടാവുക ആക്സിലറേഷൻ, അല്ലേ? അതിനൊരു ആക്സിലറേഷനിലായിരിക്കുമല്ലോ ഇത് ഇങ്ങനെ പോകുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഈ ഒരു കേസിൽ എടുത്ത് നോക്കാം. എക്സ് ഡയറക്ഷൻ എടുക്കുന്നു. എക്സ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഡയറക്ഷൻ. എങ്ങനെയുള്ള ഡയറക്ഷൻ? ഇതാണ് എക്സ് ഡയറക്ഷൻ, അല്ലേ? അപ്പൊ അവിടെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ പോലും എന്തെടുത്തു പോരുത്, വലത്തോട്ടേക്ക് മ്യൂ ഇൻറ്റു ആർ ആണ്
മൈനസ് ഇടത്തോട്ടേക്ക് എഫ് ആണ് എന്ന് പറഞ്ഞിട്ട് എടുക്കരുത്. കാരണം എന്താണ്, ന്യൂട്ടൺ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആരാണ്, ഇത് ബോഡി മൂവ് ചെയ്യുന്നതാണല്ലോ, മൂവ് ചെയ്യുന്നതുകൊണ്ട് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, 0 ആവില്ല. അതേപോലെ തന്നെ സിഗ്മ എഫ് ഓഫ് എക്സ് എടുക്കുന്ന സമയത്ത് ഫോഴ്സ് എങ്ങോട്ടേക്കാണോ ആക്ട് ചെയ്യുന്നത്, അല്ലെ എങ്ങോട്ടേക്കാണോ ഈ ബോഡി മൂവ് ചെയ്യുന്നത്, ആ ഡയറക്ഷൻ വേണം പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ. സോ എഫ് ആണ് പോസിറ്റീവ്. മ്യൂ ഇൻറ്റു ആർ എന്ന് പറയുന്നത് നമ്മൾ ഈ ബോഡി മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത്. സോ മൈനസ് മ്യൂ ഇൻറ്റു ആർ ഈക്വൽ ടു, ഇവിടെ എനിക്ക് തന്നിട്ടുള്ള 1000 ന്യൂട്ടൺ ആണ്, ഇത് വെയിറ്റ് ആണ്. വെയിറ്റിനെ മാസിലേക്കാണ് എനിക്ക് ഇവിടെ കിട്ടേണ്ടത്. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്ത് വെയിറ്റ് ഡിവൈഡഡ് ബൈ ജി എടുക്കുക ഇൻറ്റു അത് മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ. ഇപ്പൊ രണ്ട് ഇക്വേഷൻ്റെ അകത്തുള്ള വ്യത്യാസം നോക്കിക്കോ. എഫ് മൈനസ് മ്യൂ ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു, വെയിറ്റ് എനിക്ക് തന്നിട്ടുണ്ട് 1000 ഡിവൈഡ് ബൈ 9.81 ഇൻറ്റു എ. എന്താ വ്യത്യാസം ഉള്ളത് നോക്കിയേ, ഇത്രയും ഭാഗം ഒന്ന് നോക്കിയേ, ഈ കാണുന്ന ഭാഗം. ഇവിടെ ഞാൻ അതാണ് പറഞ്ഞത്, എഫ് ലെഫ്റ്റിലെ പോസിറ്റീവ് ആയിട്ടാ. എന്തുകൊണ്ടാണ്, ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ വേണം ഞാൻ പറഞ്ഞു. ഇപ്പൊ അതാണ് ഞാൻ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. എവിടെ, ഇവിടെ കണ്ട ഡയറക്ഷൻ എവിടെയാണ് പോസിറ്റീവ് ആയിരിക്കുന്നത്, ടുവേർഡ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത്, മൂവ്മെന്റിന് വേണം എന്ത് കൊടുക്കാൻ, പോസിറ്റീവ് കൊടുക്കാൻ. അപ്പൊ ഇവിടെ എഫ് വരും മൈനസ്, ഈ മൂവ്മെന്റിന്, ഈ പെട്ടി മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണല്ലോ ഈ ഫ്രിക്ഷൻ ഫോഴ്സ് ഉള്ളത്, അത് വേണം മൈനസ് എടുക്കാൻ. അപ്പൊ പണ്ട് പഠിച്ചത് വെച്ചിട്ട് വലത്തോട്ടേക്കെല്ലാം പോസിറ്റീവ്, ഇടത്തോട്ടേക്കെല്ലാം മൈനസ് എന്നുള്ള ഇക്വേഷൻ എടുക്കരുത്. കാരണം ഇവിടെ സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ 0 അല്ല എടുക്കുന്ന, മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞ റിലേഷൻ ആണ് ഈ പെട്ടി മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എഫ് മൈനസ് മ്യൂ ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു മാസ്, ഇവിടെ എനിക്ക് തന്നിട്ടുള്ളത് വെയിറ്റ് ആണ്, 1000 ന്യൂട്ടൺ എന്ന് പറയുന്ന വെയിറ്റ് ആണ്. ആ വെയിറ്റിനെ ഡിവൈഡ് ബൈ ജി ഇട്ട് കൊടുത്താൽ ഇൻറ്റു ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ, അല്ലാണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ല. ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചു മുന്നേ പഠിച്ചു വെലോസിറ്റിയും ആക്സിലറേഷനും ഒക്കെ ഉണ്ടാവും. ആ ആക്സിലറേഷൻ ആണ് ഇവിടെ എടുക്കുന്നത്. ഇനി സിഗ്മ എഫ് ഓഫ് വൈ എടുത്ത് നോക്കാലോ. സിഗ്മ എഫ് ഓഫ് വൈ എടുത്ത് നോക്കാം. വൈ ഡയറക്ഷനിൽ ഈ ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ടാവും. ഈ കാണുന്ന ബോഡി വൈ ഡയറക്ഷനിൽ എവിടത്തേക്കും മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, 0 ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു, അത് നിങ്ങൾ 0 ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. മുകളിലോട്ടേക്ക് പോകുന്നത് പോസിറ്റീവ് ആയിട്ട് തന്നെ എടുത്തു, താഴത്തേക്ക് വരുന്നത് നെഗറ്റീവ് ആയിട്ട് തന്നെ എടുത്തു. മുകളിലോട്ടേക്ക് 6 ആയിരുന്നു, താഴത്തേക്ക് ഇതിന്റെ വെയിറ്റ് ആണ് 1000 ന്യൂട്ടൺ ഈക്വൽ ടു 0. ഈ രീതിയിൽ തന്നെ എടുക്കാം. എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടോ കണ്ടിട്ട്? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് കമ്പയർ ചെയ്യാം. രണ്ട് പെട്ടി കൺസിഡർ ചെയ്യാം, രണ്ട് പെട്ടി ഒരുമിച്ച് കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമുക്ക് രണ്ടിന്റെ ഒന്ന് നോക്കി നോക്കാം. പെട്ടെന്ന് നിർത്തി തരാം. അപ്പൊ ഞാൻ തരുന്ന സമയത്ത് ഞാൻ ഫുൾ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ തരാം. ഇത് എനിക്ക് തന്നിട്ടുള്ളത് ഇതിന്റെ മാസാന്ന് വിചാരിക്കും. ഒരു 5 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ട മാസാ തന്നിട്ടുള്ളത്, വെയിറ്റ് അല്ല, മാസാ തന്നിട്ടുള്ളത്. ഇവിടെ എനിക്ക് വെയിറ്റ് തന്നെ തന്നിട്ടുണ്ട്, ഒരു 100 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് തന്നിട്ടുള്ളത് വിചാരിക്കുക, വെറുതെ കൺസിഡർ ചെയ്തു. അപ്പൊ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്, ഇതിനൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, എഫ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടിന്റെയും ഇത് നോക്കാലോ. ഇങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിന് എന്തുണ്ടാവും, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും 6, ഇവിടെയും ഒരു റിയാക്ഷൻ ഉണ്ടാവും 6. ഫ്രിക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എങ്ങോട്ടേക്കായിരിക്കും ഫ്രിക്ഷന്റെ ഫോഴ്സ് ഉണ്ടാവുക, ഇങ്ങോട്ടേക്കായിരിക്കും മ്യൂ ഇൻറ്റു ആർ ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ കേസിലോ വലത്തോട്ടേക്കായിരിക്കും മ്യൂ ഇൻറ്റു ആർ, അല്ലെ? അപ്പൊ നമ്മള് കൈനറ്റിക്സ് ആണ് പഠിക്കുന്നത്. കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിനെ കൺസിഡർ ചെയ്യേണ്ട ഈ ബോഡിയും മൂവ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കേസിൽ ബോഡി മൂവ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, വലത്തോട്ടേക്ക്, ഇങ്ങോട്ടേക്കാണ് ഇതിന്റെ ആക്സിലറേഷൻ വരുന്നത്. രണ്ടാമത്തെ കേസിൽ
ബോഡി മൂവ് ചെയ്യുന്നത് ഇടത്തോട്ടേക്കാണ്, ഇങ്ങോട്ടേക്കാണ് ഇതിന്റെ ആക്സിലറേഷൻ വരുന്നത്. സോ നമുക്ക് ഓരോ കേസ് എടുത്ത് നോക്കാലോ. ആദ്യം എക്സ് ഡയറക്ഷൻ എടുക്കുന്നു, ഇവിടെയും എക്സ് ഡയറക്ഷൻ എടുക്കുന്നു. ഓക്കെ, പെട്ടെന്ന് തീർത്തരെ. സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, എക്സ് ഡയറക്ഷനിൽ ഈ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഈ ബോഡി ഇങ്ങനെ പെട്ടി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് നിൽക്കുക, പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഈക്വൽ ടു 0 ആയിരിക്കില്ല, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ സിഗ്മ എഫ് ഓഫ് എക്സ് എടുക്കുന്ന സമയത്ത് ബോഡി എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത് ആ ഭാഗത്തുള്ള ഫോഴ്സ് ഒക്കെ പോസിറ്റീവ്, അതായത് ആ ഭാഗത്തുള്ള ഫോഴ്സ് ആണ്, ആ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആണ് എഫ്. ആ ഡയറക്ഷനിൽ അല്ലാത്ത ഫോഴ്സ് ആണ് മ്യൂ ഇൻറ്റു ആർ, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസ് തന്നെയല്ലേ ഇവിടെ തന്ന, 5 തന്നെ തന്നെ. സോ 5 കിലോഗ്രാം, നോക്കിയ 5 കിലോഗ്രാം എന്ന് വെച്ചാൽ മാസ് തന്നെയാണ്, ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വൈ ഡയറക്ഷൻ എടുക്കുന്നു. വൈ ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബോഡി അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നില്ല, വൈ ഡയറക്ഷനിലേക്ക്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു, അങ്ങോട്ട് മൂവ് ചെയ്യാത്തതുകൊണ്ട് 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പതിവ് പോലെ തന്നെ എടുക്കാം. മുകളിലേക്ക് പോസിറ്റീവ് 6 മൈനസ് താഴത്തേക്ക് നെഗറ്റീവ്. താഴത്തേക്ക് 5 എടുക്കരുത്, 5 എന്ന് വെച്ചാൽ ആരാണ്, മാസാണ്. സോ 5 ഇൻറ്റു 9.81 ചെയ്താലേ എനിക്ക് എന്ത് കിട്ടുള്ളൂ, വെയിറ്റ് കിട്ടുള്ളൂ. അത് ഈക്വൽ ടു 0. ഇനി ഇപ്പുറത്തെ കേസ് എടുക്കുകയാണെങ്കിൽ സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, എക്സ് ഡയറക്ഷനിൽ ഈ ബോഡി മൂവ് ചെയ്യുന്നില്ലേ, ഞാൻ തന്നിട്ടുണ്ട്, ഒരു ആക്സിലറേഷനിൽ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ 0 എടുക്കരുത്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ വേണം എടുക്കാൻ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എടുക്കേണ്ടത്, എങ്ങോട്ടേക്കാണോ ബോഡി മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ഒക്കെ പോസിറ്റീവ്. ബോഡി മൂവ് ചെയ്യുന്നത് ഇടത്തോട്ടേക്ക്, സോ എഫ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. മൈനസ് ഇത് മ്യൂ ഇൻറ്റു ആർ എന്ന് വെച്ചാൽ വലത്തോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, ബോഡി മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ മ്യൂ ഇൻറ്റു ആർ ഈക്വൽ ടു, ഇവിടെ എനിക്ക് തന്നിരിക്കുന്നത് 100 ന്യൂട്ടൺ എന്നാണ്, അത് വെയിറ്റാ തന്നിട്ടുള്ളത്. അപ്പൊ വെയിറ്റ് ഡിവൈഡ് ബൈ 9.81 എടുക്കണം, എന്നാലേ എനിക്ക് മാസ് കിട്ടുള്ളൂ, ഇൻറ്റു ആക്സിലറേഷൻ. ഈ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ഈ ബോഡി മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ ആണ്, ഈ ആക്സിലറേഷൻ. അതേപോലെ തന്നെ വൈ ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ വൈ ഡയറക്ഷനിലേക്ക് ഈ ബോഡിക്ക് മൂവ്മെന്റ് ഒന്നും ഇല്ല. സോ സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു എനിക്ക് ധൈര്യമായിട്ട് പറയാം 0 ആയിരിക്കും. അത് നമുക്ക് പതിവ് പോലെ തന്നെ മുകളിലേക്കുള്ളത് 6 മൈനസ് താഴത്തേക്ക് 100 ന്യൂട്ടൺ തന്നെയാണ്. അപ്പൊ അത് പ്രശ്നമില്ല, ഈക്വൽ ടു 0. ഈ രീതിയിൽ വേണം നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ഇനി കൈനറ്റിക്സിലായിരിക്കും നോക്കുക. ആരും നെറ്റിക്ക് കൈയും വെച്ചിട്ടിരിക്കരുത്. കേട്ടിട്ട് സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഞാൻ ഇത് ഇന്ന് തന്നെ എടുത്തിട്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കോൺസെപ്റ്റേ ഉള്ളൂ ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം എന്താണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. സിമ്പിൾ എന്ന് വെച്ചാൽ സിമ്പിൾ സിംപ്ലസ്റ്റ് കോൺസെപ്റ്റ്, ഇത്രയും സിമ്പിളാണ്, പേടിക്കണ്ട.